ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. നമ്മളുടെ തിരുമേനിയുടെ പാദങ്ങളിൽ നമസ്കാരം. ഇന്ന് നമ്മൾക്ക് ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് കിഷ്കിന്ധാകാന്ഡം ശ്ലോകങ്ങൾ 841 മുതൽ, അതായത് സുഗ്രീവ രാജ്യ അഭിഷേകം മുതൽ സീതാന്വേഷണോദ്യോഗം വരെയാണ് പാരായണം ചെയ്യേണ്ടത്. ആദ്യത്തെ ഭാഗം പാരായണം ചെയ്യുന്നത് ശ്രീമതി രമണി രാമകൃഷ്ണൻ. അത് കഴിഞ്ഞ് പൊന്നമ്മാജി. രണ്ടുപേർക്കും സ്വാഗതം. ആരംഭിച്ചോളൂ. ഹരി ഓം. തുടങ്ങിക്കോട്ടെ ടീച്ചറെ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. സുഗ്രീവ രാജ്യാഭിഷേകം. സുഗ്രീവനോടരുൾ ചെയ്താൻ അനന്തരം അഗ്രജപുത്രനാമഗതൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദികൾ കർമ്മങ്ങളെ പുണ്യാഹപര്യന്തമാഹന്ത ചെയ്യുക നീ. രാമാജ്ഞയാ തെളിഞ്ഞാച്ചു സുഗ്രീവനും ആമോദപൂർവം ഒരുക്കി തുടങ്ങിനാൻ. സൗമ്യയായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം പേരി മൃദംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത സ്നാത്വാ ജഗാമ രഘുത്തമ സന്നിധൗ. മന്ത്രികളോടും പ്രണമ്യ പാദാംബുജം അന്തർമുദാ പറഞ്ഞാൻ കവിപുങ്കവൻ. രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണം ഇനി പൂജ്യനാകും നിന്തിരുവടി സാദരം. ദാസനായുള്ളോരടിയനിനി തവ ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശ തേ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടനഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. നീ തന്നെ, ഞാൻ ഇതിനില്ലൊരു സംശയം. പ്രീതനായി പോയാലും ആശു മമാജ്ഞയാ. രാജാധിപത്യം നിനക്കു തന്നേൻ, ഇനി പൂജ്യനായി ചെന്ന് അഭിഷേകം കഴിക്ക നീ. നൂനമൊരു നഗരം പോകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൽ. സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർത്ഥം അഭിഷേചയ പ്രഭു. സർവമധീനം നിനക്കു രാജ്യം സഖേ. ബാലിയെ പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. ആദ്രിശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യ പ്രഭൃതി ചാതുർമാസ്യമാകുലാൽ. പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്നുങ്കിതാനിരുപ്പേടം അറിഞ്ഞു വന്ന് എന്നോടു ചൊൽകയും വേണം മമ സഖേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജയ സമം.
രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പുരിപുക്ക് അഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ സോദരനോടും പ്രവർഷണാഖ്യേ ഗീതൗ സാദരം ചെന്നു കരേറി രഘുത്തമൻ ഉന്നതമൂർധ ശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഗഹ്വരം കാണായേ പാടിക ദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രവരോജ്വലം വാദവരിഷ ഹിമാധവവാരണം പാദവവൃന്ദ ഫലമൂല സഞ്ചിതം തത്രൈവ വാസായ രോചയാമാസ സൗമിത്രിണാ ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധയോഗീന്ദ്രാദി ഭക്തജനം തഥാ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ പക്ഷിമൃഗാദിരൂപം ധരിച്ചന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാർ സ്ഥാവര ജംഗമജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ രാഘവൻ തത്ര സമാധി വിരതനായ ഏകാന്തദേശേ മരുവം ദശാന്തരേ ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളേടിനാൻ കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗമാക്കിയാകി മോക്ഷപ്രദം ത്രിലോകീപദേ വർണ്ണാശ്രമികൾക്കു മോക്ഷദം പോലെ അതു വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ നാരദവ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നിതെന്നു കേൾക്കൊണ്ടു ഞാൻ ഭക്തനായി ദാസനായുള്ളൊരടിയനും മുക്തിപ്രദം ഉപദേശിച്ചരുളേണം ലോകൈകനാഥ ഭവാനരുൾ ചെയ്യലോ ലോകോപകാരമാ ആകെയുമുണ്ടല്ലോ ലക്ഷ്മണനെ ഉണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവനും അരുൾ ചെയ്തു കേൾക്ക നീയെങ്കിൽ മൽപൂജാ വിധാനത്തിന് ഇന്നോർക്കിൽ അവസാനമില്ലെന്നറിയ നീ എങ്കിലും ചൊല്ലുവാനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ തന്നെ ഗൃഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവം ആരാധിക്കമാമിടോ കമലത്തിങ്കലാകിലും മാം പുനരഗ്നി ഭഗവാങ്കലാകിലും ആമിടോ മുഖ്യ പ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്ഥണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാൽ മൃല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയെ ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കും അറിയ നീ മുഖ്യപ്രതിമാദികളില് അലങ്കാരമൊക്കെ പ്രസാദം എനിക്കെന്നറിയ നീ അഗ്നൗ യജിക്ക ഹവിസുകൊണ്ടാദരാലർക്കനെ സ്ഥണ്ടിലത്തിങ്കലാന്നാകിലോ മുമ്പിലെ സർവപൂജ ദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യപൂജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനിടോ വസ്ത്രാജിന കുശാദ്യങ്ങളാല് ആസനം ഉത്തമമായതു കൽപ്പിച്ചു കൊള്ളണം ദേവസ്യ സന്മുഖേ ശാന്തനായി ചെന്നിരുന്ന് ആവിർമുദാലി വിന്യാസം കഴിക്കണം ചെയ്യുക തത്വന്യാസവും കേശവാദ്യേന ചെയ്യുക മമ മൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നെ മുമ്പിൽ വാമേ കലശം വച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷതഭക്തൈവ സംഭരിച്ചിടണം അർഘ്യപാദ്യ പ്രധാനാർത്ഥമായും മധുവാ പാർക്കർ അർത്ഥമാചമനാർത്ഥം എന്നിങ്ങനെ പാത്ര ചതുഷ്ടയവും വച്ചുകൊള്ളണം പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മർക്കലാം ജീവസംജ്ഞാം
ഉജ്ജ്വലാം കുൽക്കമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമഖിലം ത്വയാ വ്യാപ്തമെന്നുറയ്ക്കേണമിളക്കവും കൂടാതെ ആവാഹയേൽ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. പാദ്യവും അർഘ്യം തഥാ മധുവർക്കും ഇത്യാദ്യൈ പുനഃ സ്നാനം വസ്ത്രവിഭൂഷണൈ എത്രയുണ്ടുള്ളതു ഉപചാരമെന്നാലത് അത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ. അകമോക്ത പ്രകാരേണ നീരജാനൈർധൂപദീപൈർ നിവേദ്യ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമായി അർപ്പിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കും അറിക നീ. ഹോമം അഗസ്ത്യോക്ത മാർഗകുണ്ടാനലെ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതിൻ. എന്നാലേ ഭക്ത്യാ പുരുഷ സൂക്തം കൊണ്ടു മാമെടോ ചിത്തതാരിങ്കൽ നിനയ്ക്ക കുമാരാ നീ. ഔപാസനാഗ്നോ ചരുണാ ഹവിഷാധ സോപാധിനാ ചെയ്ക ഹോമം മഹാമതേ. തപ്തജാംബു നദപ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം മാമേവ ഭഗ്നിമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ. പാരിഷദാന ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാവയൻ മന്ത്രവിൽ ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചും മൗനിയായി വക്രവാസം നാഗവല്ലീദലാദിയം ദത്വാമദഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാഠാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസിമാമുറപ്പിച്ചു വിനീതനായും മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായ ആനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാദിതി മുഹുരുക്വാ നമസ്കാരവും ചെയ്തനന്തരം ഉദ്യസിപ്പിച്ചുടൻ പ്രത്യങ് മഹസിംഗലിത്തം ദിനമനു പൂജിക്കമത്സഹേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരും. ഐഹിക സൗഖ്യങ്ങൾ എന്തു ചൊല്ലേണമോ യഥമ്മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ. നിത്യപൂജാ ഫലമുണ്ടവനെന്നതും ഭക്തിപ്രിയനരുൾ ചെയ്താനതു നേരം. ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോട് ശേഷം ഇതം അരുൾ ചെയ്തോരനന്തരം. മായാമയനായ നാരായണൻ വരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. ഹാ ജനകാത്മജേ ശ്രീതേ മനോഹരേ ഹാ ജനമോഹിനി നാഥേ മമ പ്രിയേ. ഏവമാതിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവനു വരാതെ ചമഞ്ഞിതു. സൗമിത്രി തന്നുടെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടു മരുവും ചില നേരം. ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനം അങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവന ജനാഗ്രേ വണങ്ങി നിന്നേ കാന്തമാം വണ്ണം. കേൾക്ക കവീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം. നിന്നുടെ കാര്യം വരുത്തിരി ഭൂത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിച്ചിലേതുമെന്നെന്നുടെ മാനസേ തോന്നുന്നതിന്നഹോ. ബാലി മഹാബലവാൻ കവി പുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ച ബലാലവൻ മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിതു. രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരുന്നിടു നീ. എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. അദ്യവാ വാ പരശോധ വാ തവ മൃത്യു ഭവിക്കും അതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കിലും. പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോട് മുർവീശ്വരൻ പരിതാപേന വാഴുന്നു. നിന്നെയും വാർത്തു പറഞ്ഞ സമയവും വന്നതു നീയോ ധരിച്ചതില്ലേതുമേ. വാനരഭാവേന മാനിനി സക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം. രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ അത്രയും നന്നു നിന്നങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. അഞ്ജനാനന്ദനൻ തന്നുടെ വാക്കു കേട്ട് അഞ്ജസാഭീതനായോരു സുഗ്രീവനും
ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ, സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലി മമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തുമെത്തുകയില്ലല്ലോ. സത്വരമെന്നുടയാജ്ഞയോടും ഭവാൻ 10 ദിക്കിങ്കിലേക്കും അയച്ചിടണം. സപ്തദീപസ്ഥിതന്മാരായ വാനരസത്തന്മാരെ വരുത്തുവാനായി ദ്രുതം. നേരെ 10,000 കവിവീക്ക സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരേണം. കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നുവെന്നാകിലോ. വന്ധ്യൻ അവനതിനില്ലൊരു സംശയം, സഞ്ഞാലിളക്കമില്ലേതുമേ. അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം ബുക്കിലും നേടിനാൻ. ഭർത്തൃനിയോഗം പുരസ്കൃത്യ മാരുതപുത്രനും വാനരസത്തമന്മാരെയും 10 ദിക്കിനും അയച്ചാൻ. അഭിമതദത്തപൂർവം കവീന്ദ്രന്മാരും അന്നേരം വായുവേഗ പ്രചാരേണ കവികുല നായകന്മാരെ വരുത്തുവാനായി മുതാ പോയിതു ദാനമാനാതിതൃപ്താത്മനായ മനുഷ്യകാര്യാർത്ഥമതിദ്രുതം. രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധൗ താവേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ. പാപമയ്യോ മമ കാൺക കുമാരാ നീ ജാനകി ദേവി മരിച്ചിതോ പുത്രജിൽ. മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതും അറിഞ്ഞതുമില്ലല്ലോ. കച്ചിൽ പുരുഷൻ എന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിയിടുകിൽ. കേവലം എത്രയും ഇഷ്ടനവൻ മമ എങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം. ജാനകി ദേവി കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ. വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതും അതിനില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എങ്ങനെ കാണുന്നു വല്ലഭേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായതു. ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്ന് മന്ദം മന്ദം തലോടിത്തതാ വന്നു തടവീടുകന്നെയും സാദരം. നിന്നുടെ ഗോത്രജയല്ലോ ജനകജ, സുഗ്രീവനും ദയാഹീനനത്രേ തുലോ. ദുഃഖിതനാം എന്നെയും മറന്നാനല്ലോ. നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടെ ദിവാനിശം മദ്യപാനാസക്തചിത്തനാം കാമുകൻ വ്യക്തം. കൃതജ്ഞത്രേ സുമിത്രാത്മജ വന്നു ശരൽക്കാലമെന്നതു കണ്ടവൻ. വന്നീലയല്ലോ പറഞ്ഞ വണ്ണം സഖേ, അന്വേഷണം ചെയ്ത സീതാധിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ. പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്ക നീ. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ. അഗ്രജമാർഗം ഗമിക്കേണം ഇന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം. യുദ്ധം വരുൾ ചെയ്ത രാഘവനോട് അതിക്രുദ്ധനായൊരു സൗമിത്രി ചൊല്ലിയിടിനാൻ. വന്ധ്യനായൊരു സുഗ്രീവനെ സത്വരം ഹത്വാ വിടകൊൾവനദ്യ തവാന്തികം. ആജ്ഞാവയാശുമാമെന്നു പറഞ്ഞതിപ്രാജ്ഞനായൊരു സുമിത്രാതനയനും ആദായ ചാപതൂണീര ഖഡ്ഗങ്ങളും ക്രോധേന ശന്തുമത് അഭ്യുദ്ധൃതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ. പിന്നെയും ഉണ്ടെന്നു നിന്നോടിനിയും പറയുന്നു. ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി, കിന്തു ഭയപ്പെടുത്തിയിടുകന്നേ വരൂ. ബാലിയെപ്പോലെ നിനക്കും വിരവോട് കാലരൂപത്തിനു പോകാമറിയ നീ. യുദ്ധം അവനോട് ചെന്നു ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിനനുരൂപമാം ആവൃതമോർത്തു കർത്തവ്യമനന്തരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരിയോ ഹരിയോ. ശ്രീ ഗുരുഭ്യോ നമഃ. അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ. കിഷ്കിന്ധയോടും ദയിച്ചു പോം ഇപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം. വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലൻ
അജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ ശക്തി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവേനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ച പരാപരനാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസം അജ്ഞാന സംയുക്തമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗന്മോഹനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ യഥാ. രാമനായി മനുഷ്യ വ്യാപാരജാതയ രാമായണാഭിതാമാനന്ദദായിനെ സൽക്കഥാമി പ്രപഞ്ചത്തിങ്കിലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥ സിദ്ധയെ തത്തൽ ക്രിയാകാലദേശോചിതം നിജചിത്തെ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ. സത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ. വിജ്ഞാനമൂർത്തിയാൻ സാക്ഷി സുഖാത്മകൻ വിജ്ഞാന ശക്തിമാൻ അവ്യക്തൻ അദ്വയൻ കാമാദികളാൽ അവിലിപ്തൻ അവ്യയൻ വ്യോമവദ്യാപ്തൻ അനന്തനാമയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധമുണ്ടാവെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസരേണ സജ്ജയതേ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ കിഷ്കിന്ധയാൻ നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണുലിയിട്ടിതു. മാർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്രു കിലുകില ശബ്ദം പരവശാൻ വപ്രോപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം. മർക്കട കൂട്ടത്തെയൊക്കെയൊടുക്കുവാൻ ഉൾക്കാമ്പിലഭ്യുദ്ധതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതോ ഭല്ലുക വൃന്ദവും വല്ലാതെയായിതോ. ലക്ഷ്മണനാഗതനായതറിഞ്ഞതാ തൽക്ഷണമംഗതനോടി വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ശ്ലേഷവും ചെയ്തവനോട് ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛവത്സാത്വം പിതൃവ്യനെ കൊണ്ടു ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥമേ അവിളംബിതം വരും. ഉഗ്രനാമഗ്രജൻ എന്നോടരുൾ ചെയ്തതു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണാൽ അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടു. സുഗ്രീവൻ ഉൾക്കാമ്പില് എങ്കിലതേ പോരും എന്നരുൾ ചെയ്തതു ചെന്നു പറകെന്നു ചൊന്നതു കേട്ടോരു ബാലിതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിന്. കാപേയ ഭാവം കളഞ്ഞു വന്ദിക്ക ചെന്നാപത്തതല്ലായിലുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവൻ അത് കേട്ടു മന്ത്രി പ്രവരനാം മാരുതി തന്നോട് ചിന്തിച്ചു ചൊല്ലിനാൻ. അങ്കദനോടു കൂടി അന്തികെ ചെന്നു വന്ദിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരിക ശാന്തനായ ഒരു സുമിത്രാതനേനെ. മാരുതിയെ പറഞ്ഞേവമയച്ചതാ താരയോടാത്മജൻ പറഞ്ഞിടിനാൻ. താരാധിപാലനെ പോകേണമാശുതി താരേ മനോഹരേ ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക. സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു എന്നെയും വേഗേന കാട്ടി കലുഷഭാവത്തെയും നീക്കണം. ഇത്തമാർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനയനും മാരുതിയും കൂടെ ശ്രീരാമ സോദരൻ തന്നെ വണങ്ങിനാർ. ഭക്തിയാ കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തു ഭാഗെ നിന്നരുളുവാൻ അന്തപുരത്തിൽ അമ്മാരെഴുന്നള്ളണം. രാജധാരങ്ങളെയും നഗരാഭയും രാജാവു സുഗ്രീവനെയും
കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. യുദ്ധം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു. യൂഥവന്മാർ മരുവേടും മണിമയ സൗധങ്ങളും പുരിശോഭയും കണ്ടു കണ്ടാനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു. മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേശ തുല്യമുഖിയായ മാനിനി. താരാജഗന്മോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം. ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായത് ഇതെന്നറിഞ്ഞില്ലയോ. ഭക്തനായ എത്രയും ഉത്തമനായി തവ ഭൃത്യനായി ഒരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തോരു ഗതി. ചാവല്യമേറും ഈ ജാതികൾ കോർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖം അനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശു ഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായിക വേണം ദയാനിധേ. ഭക്തപരായണ നാനാദിഗന്ധരം തോറും വരുകുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു. 10 ദിക്കിന്നും കവികുല പ്രൗഢരും വന്നു നിറഞ്ഞതു കാണിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നക്തഞ്ചര കുലമൊക്കെയൊടുക്കുവാൻ ശക്തരത്രേ കവി സത്തന്മാരെല്ലാം. പുത്രകളത്ര മിത്രാന്വിതനാകിയ ഭൃത്യനാ സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും. താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം വിത്രസ്തനായ സുഗ്രീവനോ സത്വരം ഉത്ഥാനവും ചെയ്തു വന്ദിച്ചു മത്തനായ വിഹുലേ. ദേക്ഷണനാം കവി സത്തമനെ കണ്ടു കോവേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ. നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ. വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നറിക നീ. അഗ്രജമാർഗം ഗമിക്കയിലാഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. യുദ്ധമരുൾ ചെയ്വതീനെന്തു കാരണം. ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കവി സത്തമനോർക്കിൽ സുമിത്ര ആത്മജനിലും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ. രാമകാര്യാർത്ഥം ഉണർന്നിരിക്കുന്നിതു താമസമെന്നിയേ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയല്ലേതും. വിസ്മയമാറു കണ്ടില്ലയോ ഭവാൻ. വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമശേഷണ സാധിക്കും. ആമയമെന്നിയേ വാനര നായകൻ മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ. സുഗ്രീവനർഘ്യപാദ്യാദ്യേന പൂജ ചെയ്ത അഗ്രഭാഗെ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാഹന്തരാഘവേ കാരുണ്യലേശേന രക്ഷിതനദ്യനാൻ. ലോകത്രയത്ര ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമോർക്കൽ സഹായമാത്രം ഞങ്ങളേവരും തന്നെ യോഗത്തെ വഹിക്കുന്നു. ആർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടിനാൻ. ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ. നിങ്കൽ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞതു ഞാനിടോ. വൈകാതെ പോകവനത്തിനു നാമിനി രാഘവൻ താനെ വസിക്കുന്നതുമിടോ. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരി മൃദംഗവശംഖാദിനാഥത്തോടും അഞ്ജനാപുത്ര നീലാംഗദൈരലം അജ്ജസാവാനരസേനയോടും തഥാ ചാമര ശ്വേതാത്ര പത്ര വ്യജനവാൻ സാമസര സൈന്യനാഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിനാമോദമോളു നടന്നു കവീവരൻ. ഗഹ്വരദ്വാരി ശിലാതലെ വാഴുന്ന വിഹുലമാനസം ശിരാജീനധരം ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം
ശാന്തം മൃതസ്മിതചാരുമുഖാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കപീവരൻ തേരിൽ നിന്നാശ താഴ്ത്തിറങ്ങിയിടിനാൻ വീരനായോരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാന്തികേണു വീണു പൂജിച്ചു ഭക്ത്യ നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടും ഗാഠം തുണർന്നിടിനാൻ സൗഖ്യമല്ലേ ഭവാൻ എന്നുര ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ ആദിത്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വളരെ ഭംഗിയായി രണ്ടുപേരും പാരായണം ചെയ്തു. ഒരുപാട് സന്തോഷം. ഇന്നത്തെ ഈ പാരായണവും നമുക്ക് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യത് ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം. തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി